ഇന്ത്യ കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവായ വി.എസ്. അച്യുതാനന്ദൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇവിടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വെച്ച് ജൂലൈ 21-ാം തീയതി അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നിരവധി കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെല്ലാവരും അവർ ജനങ്ങളുടെ മനസ്സിൽ അടയാളപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ. ആ ജനങ്ങളുടെ മനസ്സിൽ അടയാളപ്പെട്ടിട്ടുള്ളതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഓരോ ജനഹൃദയങ്ങളിലും പാർട്ടി ഇത്തരത്തിലേക്കുള്ള മൺമറഞ്ഞു പോയ നേതാക്കളുടെ എല്ലാം പേരിലും അവരുടെ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്നു വി.എസിന്റെ 1-ാം ജന്മദിനത്തിൽ തന്നെ ഈ ഒരു സ്മൃതി മണ്ഡപം എല്ലാവർക്കും രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വന്ന് ആദരിക്കാൻ വേണ്ടി പറ്റുന്ന സംവിധാനം കൂടിയായിട്ടാണ് സ്മൃതി മണ്ഡപത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെല്ലാം ജനങ്ങളുമായിട്ട് എപ്പോഴും ചേർന്ന് നിന്നിരുന്നതാണ്. ആ ജനങ്ങൾക്ക് അവരുടെ ഓർമ്മ പുതുക്കുവാനും അവരുടെ മനസ്സിൽ അടയാളപ്പെട്ടിട്ടുള്ള നേതാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വി.എസിനെ സംബന്ധിച്ച് വി.എസ് തലമുറകളുടെ നേതാവാണ്. വി.എസ് എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ മാത്രം അവശേഷിച്ചു പോകുന്ന ഒരു പേരല്ല. ഏത് കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും, അത് പാർട്ടിക്ക് ഒരു പ്രശ്നം വന്നാലോ പാർട്ടിക്കകത്ത് പ്രശ്നം വന്നാലോ ജനങ്ങൾക്കൊരു പ്രശ്നം വന്നാലോ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പ്രക്ഷോഭത്തിന്റെ പേര് എന്നുള്ളത് വി.എസ് ആയിരിക്കും. ഇപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തി പറയാൻ തോന്നുന്നു ഇന്നിപ്പോ ജന്തർ മന്ദറിൽ വലിയ പ്രക്ഷോഭം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു വലിയ പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ ചേർന്ന് സംഘടിപ്പിക്കാം. വി.എസ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വി.എസിനെ ആ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിന്റെ സമരവേദി കാണാമായിരുന്നു. അതാണ് വി.എസ്. ഏത് തലമുറയോടും ചേർന്ന് പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുവാനും ആ പ്രക്ഷോഭത്തിൽ പോയി അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല ആ സമരത്തെ ഏറ്റെടുക്കുവാനും പറ്റുന്ന അനധിസാധാരണമായ ഒരു സ്വഭാവവിശേഷമുള്ള നേതാവായിരുന്നു വി.എസ്. വി.എസിന്റെ 1-ാമത്തെ വാർഷികം, അദ്ദേഹത്തിന്റെ വിട പറഞ്ഞുള്ള വാർഷികം വളരെ വികാരപരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. വി.എസിനൊപ്പം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സംഘടനാ പ്രവർത്തകനായി വി.എസിനൊപ്പം പ്രവർത്തിക്കുകയും അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് CPM-ന്റെ പ്രവർത്തകനാകുമ്പോഴും പിന്നീട് വി.എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത വലിയ അനുഭവമാണ് വി.എസിന്റെ കൂടെ. രക്ഷാകർത്താതുല്യമായ എന്നാൽ എല്ലാവർക്കും എപ്പോഴും ആവേശം നൽകുന്ന ഒരു നിരന്തര സ്മരണയാണ് വി.എസ്. ഒരു വികാരമാണ്. സംഘടനയിലും പ്രസ്ഥാനത്തിലും നിൽക്കുന്നവർക്കൊക്കെ ഒരു വികാരമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സഖാവ് ഭരണത്തിലിരിക്കുന്ന കാലത്തും അല്ലാത്തപ്പോഴും സഖാവ് നമ്മളോടൊപ്പം ഉള്ള കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു നേതാവായിരുന്നു. എന്താണ് പറയുന്നത്, എന്നും പറയുന്ന പോലെ നമ്മുടെ നെഞ്ചിലെ റോസാപ്പൂവായി ഓർമ്മകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തെ എന്താ പറയുക, നമുക്ക് പറയാൻ വാക്കുകളില്ല. പുതിയ തലമുറയ്ക്കും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധാരാളം ചെറിയ കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ വരെ വന്നിപ്പോൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ചിത്രം അല്ലെങ്കിൽ അവർക്ക് പകർന്നു കിട്ടിയ ഒരു അറിവിന്റെ ഭാഗമായിട്ടാണ് അവർ അദ്ദേഹത്തെ ഈ തലമുറയിൽ തലമുറയിൽപ്പെട്ടവർ പോലും അദ്ദേഹത്തെ ഒരു വികാരമായി നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നത്. വി.എസിനെ പറ്റി പറയുമ്പോൾ വി.എസ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു 50 വയസ്സ് എടുക്കുന്ന ആൾക്കാരാണ്. നീ എത്ര വയസ്സ് കഴിഞ്ഞാലും എത്ര വയസ്സിലേക്ക് എത്തുന്നവരായാലും വി.എസിന്റെ ഒരു പ്രഭ അത് എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. ഈ സ്വയം അവരവരെ വി.എസ് ആകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. വി.എസ് ഇല്ലാത്തൊരവസ്ഥ ഈ കാലഘട്ടത്തിൽ വളരെ ബാധിക്കുന്നുണ്ട്. മറ്റേത് വി.എസ് ഉണ്ട്. നമ്മുടെ സഖാക്കന്മാർക്കെന്ന് മാത്രമല്ല, നാനാജാതി ജനങ്ങൾ പണിയെടുക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലുള്ള പാവപ്പെട്ടവന് പട്ടിണിക്കാർക്ക് ചോദിക്കാൻ ഒരാളുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് അനാവശ്യമായ ഒരാൾ കടന്നു വന്നാൽ അതിനെതിരെ പോരാടാൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ള ഒരു ഉറപ്പാണ് ഈ 1 വർഷമായി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ട് പുതിയ തലമുറ വലിയ രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് അടുത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പുതിയ ആൾക്കാർ കടന്നു വരികയാണ്. ഇനി എന്നും കാറൽ മാർക്സിൻ്റെ കാര്യങ്ങൾ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും വാക്കുകളും എല്ലാം
ഈ ലോകത്ത് തന്നെ ജനങ്ങളുടെ ഉള്ളിൽ എന്നും ഉണ്ടാകും. അത് VS ഒരിക്കലും മരിക്കുന്നില്ല, VS ജ്വലിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറയാനുള്ളത്. ഒരു അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷമാണ്. ഒന്നാം ചരമവാർഷികമാണെങ്കിൽ പോലും ഈ മാതിരി ഒരു സ്മാരകം ഉണ്ടാക്കുവാനും പ്രത്യേക സാഹചര്യത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും എല്ലാവരും ഒത്തുകൂടുവാനുമുള്ള അവസരം VSന്റെ സ്മരണകൾ ഓർക്കുവാനും കഴിയുന്ന അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു നൂറ്റാണ്ട് കാലം നമ്മളെ നയിച്ച, ഈ മണ്ണിൽ ജനിച്ചു വളർന്ന, ഈ പുന്നപ്പുറയിൽ ജനിച്ചു വളർന്ന ഈ ഭൂമിയുടെ ഉടമയായ, ആധികാരികമായ ഈ ഭൂമിയുടെ ഉടമ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് ഭൂമി. ഈ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കുവാനും സംസ്കരിക്കുവാനും ഈ ഇത്തരമൊരു സ്മാരകം ഉണ്ടാക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടായതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അത് മാത്രമാണ് പറയാനുള്ളത്. സഖാവ് VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്ന ഒരു ഇതാണ്. താഴത്തെ സഖാവിന്റെ ശൈലി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർക്ക് സംസാര ഭാഷ്യം അറിയാൻ പാടില്ലാത്ത കാരണം ആക്ഷനിലൂടെ ഒരു സംസാര ഭാഷ്യം ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ വളർത്തിയ ഒരു നേതാവാണ് സഖാവ് VS. ആ സഖാവ് VSന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ രക്തപുഷ്പങ്ങൾ എത്തിക്കുന്നു. ഓർക്കുമ്പോഴത്തേക്കും തീരെ അതിജീവിതകൾക്കൊപ്പം ഒരു നിലപാടെടുക്കുന്ന നമുക്കൊരു ആരാധന തോന്നിയ കാരണം ഇപ്പോഴത്തെ പുള്ളി ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കത്തില്ല. അതുപോലെ തന്നെയാണ് പിണറായി സഖാവിന്റെ തീരുമാനത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരു അതിജീവിത, അത് എന്ത് പ്രശ്നം സംഭവിച്ചാലും അദ്ദേഹം ഞങ്ങളെ പോലുള്ള അബലകളുടെയും അതിജീവിതമാരുടെയും ഒപ്പം നിൽക്കുന്ന ശക്തമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരു അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു ആരാധനയാണ് നമുക്ക് ആ സഖാവിനോടും പിണറായി സഖാവിനോടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ സഖാവ് VS ഈ പാർട്ടി രൂപീകരിച്ചത് കേരളത്തിലുടനീളം കർഷക തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും മത്സ്യമേഖലയിലെ തൊഴിലാളികളെയും തയ്യൽ തൊഴിലാളിയായിരുന്ന ത്യാഗത്തിലൂടെയാണ് ഈ സംഘടനാ പ്രവർത്തനം ഏറ്റെടുത്തത്. 17-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ 18 വയസ്സിലാണ് പാർട്ടി മെമ്പർഷിപ്പ്. അന്ന് 17-ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് P. കൃഷ്ണപിള്ള, ഇതിന്റെ സ്ഥാപക നേതാവ് P. കൃഷ്ണപിള്ളയാണ് കാർഷിക തൊഴിലാളിയായും കാർഷിക തൊഴിലാളി മേഖലയിൽ കുട്ടനാട് മേഖലയിൽ കർഷക തൊഴിലാളികളെയും കർഷകരെയും ഇത്രയും നല്ല നിലയിലേക്ക് ഈ കാലഘട്ടത്തിലേക്ക് പാട്ടത്തിന് അതുപോലെ തന്നെ കൂലിക്കും ഈ രണ്ടിടങ്ങഴി കൂലിയെങ്കിൽ കൂലിയുടെ അളവ് മാത്രം കള്ളയായിരുന്നെന്നും സമരം നടത്തിയതിൽ ഏറ്റവും നിർണായകമായ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ കൂലി കൊടുക്കുവാൻ തയ്യാറാകാത്ത ജന്മിമാരോട് കൂലിക്ക് വേണ്ടി സന്ധിയില്ലാത്ത നേതൃത്വം കൊടുത്ത സംഘടനയാണ് കർഷക തൊഴിലാളി ചെറുകാലിക്കായലിൽ വിളിച്ചുകൂട്ടിക്കൊണ്ട് കർഷകരെയും കർഷക തൊഴിലാളികളെയും സമസ്ത ജനവിഭാഗങ്ങളെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടുവരുന്നതിൽ തീരാ നഷ്ടം തന്നെയാണ് ആ സഹകരണ ഏർപ്പാടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ വലിയ ചുടുകാടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാവരും VSന്റെ വളരെ സമുചിതമായി മനസ്സിൽ തന്നെ ആചരിക്കുകയാണ്. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. VSന്റെ വേർപാടിൽ വളരെയധികം ദുഃഖമുണ്ട്. VS ഉയർത്തിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഈ സംഘടനയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട്